ഓർമ്മപ്പെടുത്തുകയാ. ഞാൻ പ്രസംഗിക്കുന്നത് അള്ളാഹ് സ്വീകരിക്കണമെന്ന നിയ്യത്ത് മനസ്സിൽ വെച്ചുകൊണ്ടാ ജുമയ്ക്ക് വേണ്ടി വെള്ളക്കടവ് പള്ളി പോകുന്നത്, അതുപോലെ സ്വതക്കകൾ ചെയ്യുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത്, ദിക്ർ ചൊല്ലുന്നത് എല്ലാം അള്ളാഹുവേ എന്റെ അമലുകൾ സ്വീകരിക്കണമെന്ന. പക്ഷേ എന്റെ അമലുകൾ മുഴുവനും അള്ളാഹു തള്ളിക്കളയുന്നതിനുള്ള ഒരു കാരണം ഞാൻ പറഞ്ഞു തരട്ടെ. ചെറിയങ്കീഴുള്ള എന്റെ വീട്ടിന്റെ അകത്ത് കഴിഞ്ഞുകൂടുന്ന എന്റെ പ്രസവിച്ച എന്നെ ഉമ്മ, എന്നെ ഓമനിച്ച എന്റെ ഉമ്മ, എനിക്ക് മുലപ്പാല് തന്ന എന്റെ ഉമ്മ, എന്നെ തോളത്ത് വെച്ചിട്ട് താരാട്ടുപാടി എന്റെ ഉമ്മ, എനിക്ക് പനി വരുമ്പോ ഉറങ്ങാൻ കഴിയാതെ തോളത്ത് വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പൊട്ടിക്കരഞ്ഞു കൊണ്ടുപോയി എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഒരു വകയും കഴിക്കാറ് എന്നെ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് ഉറങ്ങാറ് ഉറക്കം നടിച്ച എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇന്നും എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടോ? ആ ഉമ്മയെ ഞാൻ കരയിപ്പിച്ചിട്ടുണ്ടോ? എന്നാലും നീ എന്നോടങ്ങനെ ചെയ്തല്ലോ മോര് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഉമ്മ എന്റെ വീട്ടിന്റെ അകത്തിരുന്ന് കരഞ്ഞാൽ, എന്റെ പ്രിയമുള്ളവര്, ഏത് വാക്കവിയാണെങ്കിലും അവന്റെ സർവ്വ ഇബാദത്തുകളും അല്ലാഹു വലിച്ചെറിയുകയാണ്. അവന്റെ സുജൂദുകളെ അല്ലാഹു കബറടക്കുകയാണ്. അവന്റെ അദ്കാറുകളെ വളരുബോ ബിഹാദിൽ അമലി വജ്ഹ സാഹിബിഹാ, അത് ചെയ്തു പോലെ മനുഷ്യന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാനുള്ള മലക്കുകളോട് പറയുകയാ.